ഓൺ ഹോസ്പിറ്റലുള്ള അതും 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള ഒരു ക്യാമ്പസ് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഡൗട്ടും കൂടാതെ തന്നെ പറയാം മുത്തൂസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇത് എവിടെയാണ് വരുന്നത്? നമ്മളെ കേരള തമിഴ്നാട് ബോർഡറിലുള്ള കോയമ്പത്തൂർ സൈഡ്, അത് ഇവിടെ നിയറാണ് പാലക്കാട് റോഡ് വരുന്നത്. അവിടെ തന്നെ സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന ഒരു കോളേജാണ് മുത്തൂസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പാരാമെഡിക്കൽ കോഴ്സുകൾ, അതായത് ആഫ്റ്റർ +2 നിങ്ങൾക്ക് ഇപ്പൊ പാരാമെഡിക്കൽ കോഴ്സുകൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു ഫീൽഡാണ് പാരാമെഡിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ പാരാമെഡിക്കൽ കോഴ്സുകളായിട്ടുള്ള ഡയാലിസിസ്, OT-AT, MIT ഇങ്ങനെയുള്ള കുറെ കോഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ് ഈ ഒരു ക്യാമ്പസിൽ സ്റ്റുഡൻസിന് വേണ്ടി അലൗ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഇത്രയും ഇവർക്കിപ്പം ഈ ഞാൻ നിൽക്കുന്ന സ്ഥലം തന്നെ ഇവരുടെ ക്യാമ്പസിനുള്ളിലുള്ളതാണ്. ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനും ഇവരുടെ ലാബ് ഫെസിലിറ്റീസ് ഒക്കെ ഇൻവോൾവ് ചെയ്തേക്കുന്നതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ, പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നൊക്കെ പറയുമ്പോൾ അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് മൊത്തം ഈ ഒരു ഫീൽഡിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ ഇവിടെ ഉള്ള കോഴ്സുകളും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡയാലിസിസ്, MIT, കാർഡിയാക് എന്നിങ്ങനെയുള്ള സബ്ജക്ട്സ് ആണ് ഈ ഒരു ക്യാമ്പസിൽ നിങ്ങൾക്കായിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി, ഈ ഒരു ക്യാമ്പസിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്താന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് സീറ്റ് അലൗ ചെയ്തേക്കുന്നത് വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഇവർക്ക് അലൗ ചെയ്തേക്കുന്നത്. ഓരോ സ്റ്റുഡൻസിനും ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഉള്ളത്. ലിമിറ്റഡ് സീറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്യാമ്പസിൽ ഫുൾ ടോട്ടൽ വരുമ്പോഴത്തേക്കും 35 സീറ്റ്സ് മാത്രമേ ഉള്ളൂ. അതായത് ഈ 5 പാരാമെഡിക്കൽ കോഴ്സിനും മൊത്തത്തിൽ കൂടി 35 സീറ്റ്സ് ആണ് ഇവർക്ക് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അവർക്ക് ഓരോ വർഷവും ഇന്റേൺഷിപ്പ് കൊടുക്കുന്നതും അതുപോലെ തന്നെ പ്ലേസ്മെന്റും അലോ ചെയ്തേക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആവട്ടെ, ലാബ് ഫെസിലിറ്റീസ് ആവട്ടെ, ഇനി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആവട്ടെ, എല്ലാ ഫെസിലിറ്റീസും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മെയിൻ ബെസ്റ്റ് കോളേജ് തന്നെയാണ് മുത്തൂസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ക്യാമ്പസ് നമുക്കൊന്ന് ഓവർവ്യൂ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒന്ന് വിസിറ്റ് ചെയ്തേക്കാം. അപ്പൊ കണ്ടില്ലേ, ഇതൊക്കെ ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇവര് അലോ ചെയ്ത് അല്ലെങ്കിൽ അലോട്ട് ചെയ്തേക്കുന്നതാണ്. അതൊരു ഇപ്പം ഈ ഒരു ക്യാമ്പസിനകത്ത് തന്നെ ഇവര് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇത്രയും സൗകര്യങ്ങളാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പൊ ഇവൻ സിറിഞ്ച് യൂസ് ചെയ്യാനായാലും എന്ത് കാര്യത്തിനായാലും അവരുടെ ഇപ്പം ഇവിടെ പാരാമെഡിക്കൽ അല്ലേ കൂടുതലും വരുന്നത്. അപ്പൊ അതിന്റേതായ കുറെ ഫെസിലിറ്റീസ് ഒക്കെ ഇവർക്ക് ഈ ഒരു ക്യാമ്പസിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോ നമുക്ക് ക്യാമ്പസ് ആയാലും മൊത്തത്തിൽ ഇവിടുത്തെ ക്ലാസ് സിസ്റ്റം എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഇവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഡെമോസ് ഇവിടെ തന്നെ സ്റ്റുഡൻസിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ ഈ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് ഇവരുടെ മെയിൻ ഹോസ്പിറ്റലിലായിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് ഇവർക്ക് ഓരോ ഇവിടുത്തെ പ്രാക്ടീസ് അനുസരിച്ച് ഓരോ സ്റ്റുഡൻസിനും അവരുടെ ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് അവർക്ക് മെയിൻ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രാക്ടീസ് കൊടുക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ഓരോ എക്യുപ്മെന്റ്സ് ആണ് നമ്മളിപ്പോ കാണുന്നത്. ഇപ്പം നമുക്ക് ഇവിടുത്തെ ക്ലാസ് സിസ്റ്റം മൊത്തം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ക്യാമ്പസിന്റെ ഒരു മെയിൻ എൻട്രൻസ് ഇങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും ആണ് ക്ലാസ്സസ് വരുന്നത്. അതുപോലെ തന്നെ ലാബും ഫെസിലിറ്റീസും ഇവർക്ക് ഡെമോ സെക്ഷൻ ചെയ്യാനുള്ളതും എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ക്യാമ്പസിൽ ഇവര് ചെയ്തു കൊടുത്തിട്ടുണ്ട്, സ്റ്റുഡൻസിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ക്ലാസ് സിസ്റ്റം ഒക്കെ നമുക്കൊന്ന് കാണാം. ഇതൊരു ക്ലാസ് ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ലിമിറ്റഡ് സീറ്റ് ആണെന്നുള്ളത്. അപ്പം ഫാക്കൽറ്റീസ് ഒക്കെ അത്രയും സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ ഇത് ഇവരുടെ ലൈബ്രറി സെക്ഷൻ ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന് അവരുടേതായിട്ടുള്ള ബുക്കൊക്കെ റെഫർ ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ന്യൂസ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഡെയിലി അവരുടെ ന്യൂസ് കാര്യങ്ങളൊക്കെ അറിയാനും മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒരു സെക്ഷൻ തന്നെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ക്ലാസ് ഫെസിലിറ്റീസ്, ഫാക്കൽറ്റീസ് ഒക്കെ ഇപ്പം എന്താണ് അവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ലിമിറ്റഡ് 10-15 സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലും വരുന്നത്. അപ്പം അവർക്ക് ക്ലാസ് റൂമിൽ തന്നെയാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പം ക്ലാസ് സിസ്റ്റം നടക്കുമ്പോൾ തന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഇപ്പൊ ക്ലാസ് സിസ്റ്റം നടക്കുന്നത് തന്നെ അവർക്കിപ്പം എന്തൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെയാണ് അറിയേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്, അപ്പൊ അതിന്റെ രീതിക്കാണ് ക്ലാസ്സിൽ ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്.
ഇപ്പം എല്ലാ ഫാക്കൽറ്റീസ് നമ്മൾ ആ ക്ലാസ്സിലെ ഫാക്കൽറ്റി എല്ലാ ഫാക്കൽറ്റീസിനും എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റുഡൻസിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് മൊത്തത്തില് നമ്മളിപ്പോ ഇത് കണ്ടില്ലേ, ഇത് ഇവർക്ക് നമ്മൾ നേരത്തെ കണ്ട ഒരു ഇതാണ്. ഡെമോ സെക്ഷൻ ഒക്കെ കൊടുക്കുന്നതും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും ഒക്കെ കൊടുക്കുന്നതാണ്. എല്ലാ ദിവസവും ഇവർക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ കാണും, ആഴ്ചയിലോ അങ്ങനെയൊന്നുമല്ല, എല്ലാ സെക്ഷനും കാണും. പിന്നെ ഫസ്റ്റ് ഇയർ കയറിയിട്ട് ഒരു 2 to 3 months കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു 6 months കഴിയുമ്പോൾ തന്നെ മാക്സിമം അതിന് മുന്നേ തന്നെ അവര് സ്റ്റുഡൻസിനെ പോസ്റ്റ്, അതായത് ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ് ചെയ്യാറുണ്ടെന്നാണ് സ്റ്റുഡൻസ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറിലെയും സ്റ്റുഡൻസിനെ ഓൾറെഡി മീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസും ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനൊക്കെയാണ് വന്നത്. ഇവിടെ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും പഠിക്കുന്ന സ്റ്റുഡൻസ് നമ്മൾ ത്രൂ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവരെയൊക്കെ ഒന്ന് കണ്ടപ്പോ അപ്പൊ അവരും പറയുന്നത് ഈ സെയിം കാര്യമാണ്. ഇപ്പൊ ഹോസ്റ്റലും ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഹോസ്റ്റലും ഇവിടെ തന്നെയാണ്. അപ്പൊ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ കേരള ഫുഡും അവർക്കുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ തമിഴ്നാട് ഫുഡും അവർക്കുണ്ട്. ഇത് കണ്ടില്ലേ, ഇതെന്ന് പറയുന്നത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ, ആ റോഡാണ് കേട്ടോ, കണക്ട് ചെയ്തേക്കുന്ന റോഡാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ അതുപോലെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, വളരെ അടുത്താണ്. 5 minutes മാത്രമേ ട്രാവൽ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇതാണ് ഇവരുടെ ഓവറോൾ ഒരു ലാബ് എന്ന് പറയുന്നത്. ലാബ് ഫെസിലിറ്റീസ് വരുന്നത് ഇതാണ്. ഇവരുടെ കമ്പ്യൂട്ടർ സെക്ഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേറെ ഫെസിലിറ്റീസ് അലോ ചെയ്തേക്കുന്നത്, ഇതും ലിമിറ്റഡ് സീറ്റ്സിൽ ഇത്രയും ഫെസിലിറ്റീസ് അലോ ചെയ്തേക്കുന്ന ഈ ഒരു ക്യാമ്പസും നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും കണ്ടു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇവിടെ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.